സംസ്ഥാനത്ത് 3 ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ട്. അതേസമയം തലസ്ഥാനത്ത് ഇടവിട്ട് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കാട്ടാക്കട, അഗസ്ത്യാർ മലനിരയുടെ താഴ്വരയിൽ ശക്തമായ മഴ തുടരുന്നു. ശക്തമായ മഴ ഇനിയും തുടർന്നാൽ അമ്പൂരി ഗ്രാമപഞ്ചായത്തിലെ ചില പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ സാധ്യതയുണ്ട്. ശാലിനി തുടരുന്നുണ്ട്. ശാലിനി, നമുക്കറിയാം അമ്പൂരി പോലെയുള്ള പ്രദേശങ്ങൾ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളാണ്. ഇവിടെ നിന്ന് ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള സാധ്യത കൂടി ഇപ്പോൾ തള്ളാൻ സാധിക്കില്ല, അല്ലേ? തീർച്ചയായും സംസ്ഥാനത്ത് ഇടവിട്ടുള്ള മഴ പല ജില്ലകളിലും ശക്തമാവുകയാണ്. തലസ്ഥാന ജില്ലയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ ശക്തമായ മഴ ചില മേഖലകളിൽ, പ്രത്യേകിച്ച് കിഴക്കൻ മലയോര മേഖലകളിൽ തുടരുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്നും ഉള്ള റിപ്പോർട്ട്. പ്രത്യേകിച്ച് അമ്പൂരി അടക്കമുള്ള മേഖലകൾ, അമ്പൂരി, കാട്ടാക്കട, കള്ളിക്കാട് മേഖലകളിലാണ് അതിശക്തമായ മഴ കഴിഞ്ഞ മണിക്കൂറിൽ പെയ്തത്. ഇതിന്റെ ഭാഗമായിട്ടാണ് അമ്പൂരി അടക്കമുള്ള മേഖലകളിൽ വെള്ളക്കെട്ടും വീടുകളിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് തുടർച്ചയായി ഇനിയും മഴ പെയ്താൽ പ്രദേശവാസികളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി പാർപ്പിക്കാനുള്ള ശ്രമങ്ങളടക്കം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. ജില്ലയിൽ ഇന്ന് കാര്യമായ അലേർട്ടുകൾ ഇല്ല എങ്കിൽ പോലും അതിശക്തമായ മഴ ഇടവിട്ട് ജില്ലയുടെ പല മേഖലകളിലും തുടരുന്നുണ്ട്. ശക്തമായ കാറ്റ് ഉണ്ട്. ഒപ്പം തന്നെ ഇടിമിന്നൽ സാധ്യത കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കൂടി ഈ മണിക്കൂറിൽ നൽകുകയാണ്. ഒപ്പം തന്നെ സംസ്ഥാനത്ത് പുതുക്കിയ മഴ മുന്നറിയിപ്പിൽ 3 ജില്ലകൾക്കാണ് ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. കോഴിക്കോട്, വയനാട്, എറണാകുളം ജില്ലകൾക്കാണ് ഈ മണിക്കൂറിൽ യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. സ്ഥലത്ത് അലർട്ടുകൾ നൽകിയിട്ടുള്ള ജില്ലയിലെ പ്രദേശവാസികൾ അടക്കമുള്ളവർ ജാഗ്രത തുടരണമെന്നുള്ളതാണ് ജില്ലാ ഭരണകൂടങ്ങൾ നൽകുന്ന വിശദീകരണം. ഒപ്പം തന്നെ വിവിധ ജില്ലകളിൽ ക്രമാതീതമായി ജലനിരപ്പ് അടക്കം അണക്കെട്ടുകളിൽ ഉയരുന്നൊരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. മാട്ടുപ്പെട്ടി, ഇടുക്കി ജില്ലയിലെ മാട്ടുപ്പെട്ടി അണക്കെട്ടിൽ ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇടുക്കിയിൽ തന്നെ പൊന്മുടി അണക്കെട്ടിലും ബ്ലൂ അലർട്ട്, അതായത് ആദ്യഘട്ട മുന്നറിയിപ്പിന്റെ ഭാഗമായിട്ടുള്ള ബ്ലൂ അലർട്ട് നൽകിയിട്ടുണ്ട്. ഈ മേഖലയിൽ താമസിക്കുന്നവർ ജാഗ്രത തുടരണം എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടിയുണ്ട്. മൂന്നാം ഘട്ട അലർട്ട് ആയിട്ടുള്ള റെഡ് അലർട്ട് മുന്നറിയിപ്പ് ഇടുക്കിയിലെ കുണ്ടള അണക്കെട്ടിലും നൽകിയിട്ടുണ്ട്. ഈ മേഖലയിൽ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണം. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം നെയ്യാർ അണക്കെട്ടിന്റെ അടക്കം സമീപത്ത് താമസിക്കുന്നവർ ജാഗ്രത തുടരണമെന്നും മുന്നറിയിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ദേവിക.